വെറും 5 മിനിറ്റ് കൊണ്ട് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ക്രോഷ്യ ഹെഡ് ബാൻഡ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? ആദ്യമേ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക, ദെൻ 40 ചെയിൻ സ്റ്റിച്ചസ് ഇടുക. അതിനുശേഷം ഒരു എക്സ്ട്രാ 3 ചെയിൻ സ്റ്റിച്ചസ് കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് ഇട്ട 3 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് 40ാമത്തെ ചെയിനിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷ്യ ഇട്ടതിന് ശേഷം ആ സെയിം സ്ഥലത്ത് തന്നെ 3 ചെയിൻ സ്റ്റിച്ചസ് ഇടുക. വർക്ക് ടേൺ ചെയ്യുക. തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 1 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഇങ്ങനെ തന്നെ ചെയ്യുക. 1 ഡബിൾ ക്രോഷ്യ, 1 ചെയിൻ. നെക്സ്റ്റ് ഗ്യാപ്പിലേക്ക് കൂടി 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യയ്ക്ക് ശേഷം 3 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. 1 2 3. വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ ചെയ്ത പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഡബിൾ ക്രോഷ്യ 1 ചെയിൻ, ഡബിൾ ക്രോഷ്യ 1 ചെയിൻ, ദെൻ ഡബിൾ ക്രോഷ്യ 3 ചെയിൻസ്. വർക്ക് ടേൺ ചെയ്യുക. അങ്ങനെ 23 ലെയേഴ്സ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര നീളം വേണോ അത്രയും ചെയ്തെടുക്കാം. 24th ലെയർ ചെയ്യാനായിട്ട് 3 ചെയിനിന് പകരം നമ്മളിവിടെ 2 ചെയിൻ ഇട്ട് വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്ത പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഇട്ട് കഴിഞ്ഞ് 2 ലൂപ്പിലൂടെ മാത്രം യാൺ വലിച്ചെടുക്കുക. ദെൻ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ 2 ലൂപ്പിലൂടെ മാത്രം യാൺ പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇതിൻ്റെ പേരാണ് ഡബിൾ ക്രോഷ്യ 3 ടുഗദർ, അതായത് 3 ഡബിൾ ക്രോഷ്യ കൂടി ഒന്നാക്കുക. ദെൻ ചെയിൻ സ്പേസിലൂടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും. ഈ 4 ലൂപ്പിലൂടെയും ഒരുമിച്ച് യാൺ വലിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ദെൻ 40 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.